വിജയനിലൂടെ നടത്തിയ വികസനമാണ് ഈ വിജയത്തിൻ്റെ കാരണം. അതിലുപരി ഒരു UDF ട്രെൻഡ് ഉണ്ടായിരുന്നു. പണാധിപത്യവും പരസ്യവും കൊണ്ട് ഇവിടെ പാലായിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കില്ല എന്ന് ഇത് തെളിയിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി പല ഇതിലും ബൂത്തുകളിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാനില്ല. എൻ്റെ ഇതിൽ നിന്ന് സ്ഥാനാർത്ഥികളെ ഇവിടെ കൂട്ടി പാലായിലെ പൂർത്തിയാകാത്ത വികസനങ്ങൾ മുഴുവൻ പൂർത്തിയാക്കും. ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ 5 വർഷത്തിനുള്ളിൽ കൊണ്ടുവന്നിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പിണറായി വിജയൻ പിന്നിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്താനിരിക്കുന്നത് ഇവിടെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നേരത്തെ അനുവദിച്ചതാണ്. അത് വീണ്ടും കൊണ്ടുവരും അടിയന്തരമായി. 2 റിവറി റോഡ് പൂർത്തിയാക്കും. 3 ബൈപ്പാസ് റോഡ് പൂർത്തിയാക്കും. 4 കടലേമക്കൽ പാലം അപ്രോച്ച് റോഡ് ഉണ്ടാക്കും. 5 വാഗമണ്ണിനെ ഇല്ലിക്കലും ഇലവിഴ പൂച്ചയുമായി കണക്ട് ചെയ്യുന്ന ഒരു റോഡുണ്ടാവും. പിന്നീട് ഒരു ഫ്ലൈ ഓവർ നമ്മുടെ സാന്തോം കോംപ്ലക്സിൽ നിന്നും RV ജംഗ്ഷനിലേക്ക് വരും. അതോടൊപ്പം തന്നെ പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് 52 കിലോമീറ്ററിൽ 1 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു 1 വേ റോഡ് സംവിധാനം അത് കൊണ്ടുവരും. 3 വണ്ടികൾക്ക് അങ്ങോട്ടും 3 വാഹനങ്ങൾക്ക് ഇങ്ങോട്ടും പോകുന്ന രീതി. അതോടുകൂടി പാല എറണാകുളത്തിന്റെ ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് മാറും. അതോടുകൂടി പാലയുടെ വികസനം പൂർത്തിയാകും. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 5000 വോട്ടുകൾ കൂടുതൽ കിട്ടിയാൽ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടെ കൊണ്ടുപോകാനും